ഹായ്, ഇന്ന് നമ്മളൊരു അടിപൊളി അക്വേറിയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ അക്വേറിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റൗണ്ട് ബ്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബ്രിക്സ് നമ്മൾ ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ബ്രിക്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ മുറ്റവരമ്പ് അതുപോലെ കൺമതിലൊക്കെ കിട്ടുന്ന, അതായത് പടവ് ചെയ്യുന്ന രീതി, അതേപോലെ ഈ കട്ടുണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ഈ കട്ടുണ്ടാക്കുന്നത് നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം നമ്മൾ അക്വേറിയം, നമ്മൾ അടിപൊളി അക്വേറിയാണ് നിർമ്മിക്കുന്നത്. അത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കട്ടുണ്ടാക്കുന്ന രൂപം ഒന്ന് കാണാം. അപ്പോൾ അതാ എംസാൻഡും സിമെൻറ്റും ചേർത്തിട്ടാണ് നമ്മൾ ഈ ബ്രിക്സ് നിർമ്മിക്കുന്നത്. 5:1 എന്ന രീതിയിലാണ് നമ്മൾ ഈ മിക്സ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ബ്രിക്സിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തതാണ്. അതായത് ഈ ബ്രിക്സിൻ്റെ നിർമ്മാണ രീതി, അതേപോലെ തന്നെ ഈ ബ്രിക്സ് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ വിശദമായിട്ട് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ, ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ കൊടുക്കുക. അതേപോലെ തന്നെ മുകളിൽ കാർഡിലും നമ്മൾ ആ വീഡിയോ കൊടുക്കുക. അപ്പോൾ വിശദമായിട്ട് ഈ ബ്രിക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമ്മളൊരു റൗണ്ടിലുള്ള ഒരു അക്വേറിയാണ് നിർമ്മിക്കുന്നത്. അതായത് നമ്മൾ കിണറൊക്കെ കെട്ടിയതുപോലെ ഉണ്ടാവും, വളരെ മനോഹരമായിട്ടുള്ള. അതേപോലെ നമ്മളിത് പടവ് ചെയ്ത് വരുമ്പോൾ നല്ല ഡിസൈനായിട്ടാണ് നമുക്ക് കിട്ടുക, ഈ റൗണ്ട് ബ്രിക്സ് ആയതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ റൗണ്ട് ഒരു വരിയിൽ നമ്മൾ 15 കട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 90 ബ്രിക്സാണ് നമ്മൾ മൊത്തമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. 6 വരിക്കാണ് നമ്മൾ ഇത് ഉയരം ഉണ്ടാവുക. 6 വരി ഉയരത്തിലാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒരു സ്ഥലം, ഒരു പ്ലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കറക്റ്റ് ലെവലിലുള്ള ഒരു സ്ഥലം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിയിൽ വേണമെങ്കിൽ നമുക്ക് സിമെൻറ്റ് ഇടാം, പക്ഷേ ഇത് ഞാൻ അടിയിൽ സിമെൻറ്റ് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടിയിൽ കുറച്ച് കോൺക്രീറ്റ് വരുമല്ലോ, നമുക്ക് ചോർച്ചയൊക്കെ തടയാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വരും. അതുകൊണ്ട് അടിയിൽ സിമെൻറ്റ് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പ്രതലം നന്നാക്കി വളരെ ലെവലാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതേപോലെ റൗണ്ടിൽ വെക്കാം. ഈ റൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ കമ്പ് തറച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കയറിലൊരു കെട്ടിട്ടതിന് ശേഷം ഇത് നമ്മൾ ഇതേപോലെ ഒരേ കല്ലിന് ലെവലിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഒരേ റൗണ്ടിൽ കറക്റ്റിൽ ഒരേ റൗണ്ടിൽ നമ്മൾ കട്ടകൾ അടുക്കി വെച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള വരികൾ വെക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും സിമെൻറ്റാണ്. സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ, എംസാൻഡ് ഒന്നും ചേർക്കേണ്ട, വെറും സിമെൻറ്റ് മാത്രമാണ്. അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടാണ് നമ്മൾ അടുത്ത റൗണ്ട് സിമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതേപോലെ ഗ്യാപ്പിൽ നമ്മൾ സിമെൻറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്യാപ്പൊന്നും പ്രശ്നമില്ല. ഈ ഗ്യാപ്പൊക്കെ പിന്നീട് നമ്മളിത് പടവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഉൾഭാഗം തേച്ചെടുക്കുന്നതാണ്. ലീക്കൊക്കെ തടയാൻ വേണ്ടി നമ്മളിതിൻ്റെ ഉൾഭാഗം തേച്ചെടുക്കും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പടവ് ചെയ്യുക. അപ്പോൾ അത് ആദ്യ വരിയിലെ 2 ബ്രിക്സുകൾ ചേരുന്ന ഭാഗത്ത്, അതായത് ചേരുന്ന ഭാഗത്ത് നടുഭാഗത്ത് ആണ് നമ്മൾ രണ്ടാമത്തെ വരിയിലെ ബ്രിക്സ് വെക്കുന്നത്. ഇതേപോലെയാണ് നമ്മളിത് പടവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ വരിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. അതായത് 2 കട്ടകൾ ചേരുന്നതിൻ്റെ നടുഭാഗത്താണ് അടുത്ത വരിയിലെ ബ്രിക്സ് നമ്മൾ വെക്കേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആദ്യ വരിയിലെ ബ്രിക്സുകൾ നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കെട്ടിപ്പോകാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ പടവ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഫുള്ള് പടവ് ചെയ്ത് കഴിഞ്ഞു. 6 വരി നമ്മൾ പടവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലുള്ള സിമെൻറ്റൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം, മാറ്റാം. ഇതേപോലെ ഗ്യാപ്പിലുള്ള
കൂടുതലുള്ളതൊക്കെ നമുക്ക് എടുത്തൊഴിവാക്കാം. കാരണം പുറം ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ ഇതൊന്നും ഉണ്ടാകരുത്. കാരണം അടിപൊളി വൃത്തിയിലായിരിക്കണം. ഉൾഭാഗം നമ്മൾ നന്നായിട്ട് സിമെൻറ്റ് തേച്ച് എടുക്കും. അപ്പോൾ നമ്മൾ പടവിങ് കഴിഞ്ഞ് അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള സിമെൻറ്റുകളൊക്കെ നമ്മൾ തോണ്ടിയെടുത്ത് വൃത്തിയാക്കി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിഭാഗം നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ പടവിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയാക്കി. ഇനി ഉൾഭാഗം നമുക്ക് തേച്ചെടുക്കണം. അത് നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് സെറ്റായിട്ടാണ് നമ്മൾ ഉൾഭാഗം റെഡിയാക്കുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം അടച്ചെടുക്കുകയാണ്. ഉൾഭാഗ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഇതേപോലെ സിമെൻറ്റ് കൊണ്ട് അടച്ചെടുക്കുക. ഇത് നമ്മൾ സിമെൻറ്റ് മാത്രം തന്നെയാണ് ചേർക്കുന്നത്. സിമെൻറ്റ് മാത്രം പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്യാപ്പുകളൊക്കെ അടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടും നമുക്ക് അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തെ ഒരു വരിക്കട്ട അതിൻ്റെ സൈഡ് ഭാഗം, അതായത് അതിൻ്റെ ഉൾഭാഗം നമ്മൾ അടയ്ക്കുന്നില്ല. അത് നമുക്ക് ഓവർഫ്ലോ ഒക്കെ വരുമ്പോൾ വെള്ളം കൂടുതലൊക്കെ ആകുമ്പോൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പുകൾ നമ്മൾ ഒഴിവാക്കി വെച്ചതാണ്. അപ്പോൾ മുകൾ ഭാഗത്തെ ഒരു വരിക്ക് മാത്രം നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പുകളൊക്കെ അടച്ചതിന് ശേഷം നമ്മളിത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് നനച്ചതിന് ശേഷം നമ്മളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തൊന്ന് മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് അടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മരത്തിൻ്റെ കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് കോട്ടൺ തുണിയും അതേപോലെ തന്നെ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ആ കുഴമ്പ് രൂപത്തിലാക്കിയ സിമെൻറ്റിൽ ഇതേപോലെ നമ്മുടെ ഈ കോട്ടൺ തുണി നന്നായിട്ട് നമ്മളൊന്ന് അതിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വടിയിൽ, അതായത് നമ്മുടെ കമ്പിൽ അത് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പിൽ മുഴുവനായിട്ടും നമ്മൾ കോട്ടൺ തുണി, അതായത് സിമെൻറ്റിൽ മുക്കിയ കോട്ടൺ തുണി ചുറ്റിയെടുത്തു. ഇനി നമ്മുടെ ഈ കമ്പ് നമ്മുടെ ടാങ്കിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കുഴി എടുത്തതിന് ശേഷം നമ്മൾ അതിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ടാങ്കും അതേപോലെ തന്നെ നമ്മുടെ കമ്പ് നമ്മൾ വെച്ച കമ്പ് എല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് അടിച്ചെടുക്കാം. ആദ്യം നമ്മളിത് ഇതേപോലെ ഒരു കളറ് പെയിൻറ്റ്, ഇത് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചുവന്ന കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഈ ചുവന്ന കളറ് അടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മരത്തിന് നമ്മുടെ കമ്പിന് ഇതേപോലെ നമ്മളൊരു കളറ്, ഒരു മരത്തിൻ്റെ ഇത് വരുന്ന കളറ് വരുന്ന ഒരു കളറ് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിതായി അതായത് പെയിൻറ്റ് മുഴുവനായിട്ട് അടിച്ച ഒരു കളറ് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഈ ഓരോരു കട്ടയുടെ മുകളിലും, അതായത് ഓരോ കട്ട ഇടവിട്ട് നമ്മളൊരു വെള്ളയും നീലയും കളർ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി നമ്മളതിൻ്റെ സൈഡിലേക്കുള്ള നമ്മുടെ മുറ്റത്തുള്ള ചിപ്സൊക്കെ നമ്മൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ നീക്കിയിട്ടുണ്ട്.
ഇനി അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ, അതായത് അടിഭാഗത്തെ പുറം ഭാഗത്തെ സൈഡ് ഭാഗത്തിലൂടെ നമ്മൾ ഉരുളൻ കല്ലുകൾ നമുക്ക് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതേപോലെ ഉരുളൻ കല്ലുകൾ വെച്ച് ഭംഗിയാക്കാം, അതല്ലാതെ നമുക്ക് പുല്ല് വെച്ചിട്ട് ഭംഗിയാക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ബക്കറ്റ് പോലെ ഒരു ചെറിയ ചെടിച്ചട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇതേപോലെ ചെരിച്ച് നമ്മൾ ആ കമ്പിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മോട്ടർ വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ വാട്ടർഫാളിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ മോട്ടർ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ്. 250 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിൽ വെള്ളമൊക്കെ നിറയ്ക്കുകയാണ്. ഇതിന് മുൻപ് നമ്മൾ ആദ്യം ഒരു വട്ടം വെള്ളം നിറച്ച് ഇതിന് ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ അത് അതേപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് മീനിനെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് ഈ മീനുകളെ നിക്ഷേപിക്കാം. അപ്പോൾ നമ്മുടെ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളൊരു വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡുകളിലൊക്കെ നമുക്കിത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് പുല്ല് വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കാം, അതേപോലെ തന്നെ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് റെഡിയാക്കിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി അക്വേറിയമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതേപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ഇതാണ്. ഇത് കമ്പ് വെട്ടി വെച്ചാൽ ഇതേപോലെ വേര് വരും. വെള്ളത്തിൽ വെച്ചാൽ ഇത് നമുക്ക് കുപ്പിയിലൊക്കെ ഇതേപോലെ വെച്ച് വളർത്താൻ കഴിയുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ ഇതേപോലെ വേര് വരും. അപ്പോൾ ഇത് നമുക്ക് അക്വേറിയത്തിലൊക്കെ ഇതേപോലെ വെച്ചിട്ട് വളർത്താം. ഇതേപോലെയുള്ള മീൻകുളത്തിലൊക്കെ ഇങ്ങനത്തെ ഇതേപോലെയുള്ള ചെടികളൊക്കെ നമുക്ക് വളർത്താൻ കഴിയും. ഇതേപോലെ വേര് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വളരില്ല, പക്ഷെ വേരൊക്കെ വന്നിട്ട് അതിൻ്റെ ആ പച്ചപ്പ് വിടാതെ അത് നന്നായിട്ട് അവിടെ നിന്നോളൂ, വളർന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ചെടി നമ്മൾ വെച്ചത്. അപ്പോൾ നമ്മുടെ ഈ അക്വേറിയം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.